നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകേണ്ട വാചകങ്ങൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദുഃഖാന തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പ്രാർത്ഥന മധ്യസ്ഥവും സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അടിയുറച്ച വിശ്വാസത്തിൻ്റെ ചങ്കിൽ നിന്നുള്ള നിലവിളി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അചഞ്ചലമായ സ്നേഹത്തിൻ്റെ ശാഠ്യത്തിലുള്ള ഈരടികൾ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സ്നേഹമുള്ളവരെ, വിശുദ്ധ തോമാസ് ശ്ലീഹ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വചനം നാം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകേണ്ട വാചകങ്ങൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികളായ നാം എല്ലാവരും അഭിമാനിക്കുന്നത് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തിൽ നിന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം പടുത്തുയർത്തിയത് എന്നത് തന്നെയാണ്. എന്നാൽ ഈ വിശുദ്ധൻ്റെ മാതൃക പിൻചെല്ലുമ്പോൾ ഈ വിശുദ്ധൻ ഉണ്ടായിരുന്ന മനോധൈര്യവും മനോഭാവവും നമുക്കിന്നുണ്ടാകും. നമ്മുടെ വിശ്വാസത്തിനെ ക്ഷയിക്കും വിധം നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ, പല വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ വിശ്വാസത്തിൽ പതറാറുണ്ട്. ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനായി മാറുവാനായി വിശുദ്ധ തോമാസ് ശ്ലീഹ ഉപയോഗിച്ച ഈ വാചകം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അദ്ദേഹത്തിന് ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകുവാനായിട്ട് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നമുക്കും അവനോടൊത്ത് പോയി മരിക്കാം എന്ന് സധൈര്യം പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ, സാക്ഷിയാകുവാൻ ഈ വിശുദ്ധന് കഴിഞ്ഞെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഈ വിശുദ്ധൻ ഇന്ന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലും ഈ സ്നേഹത്തിൻ്റെ ജീവിതത്തിലുമാണ്. സ്നേഹമുള്ളവരെ, അടിയുറച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും യഥാർത്ഥ ക്രിസ്തുവിന് അനുയായികളായി യഥാർത്ഥ ക്രിസ്ത്യാനികളായി തീരുവാനും അചഞ്ചലമായ സ്നേഹത്താൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ സധൈര്യം പ്രഘോഷിക്കുവാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതം ഇന്ന് വിചിന്തനം ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രീതിയിൽ വിചിന്തനം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മാർത്തോമാ ശ്ലീഹയെ പോലെ രക്തസാക്ഷിയാകുവാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുമയോടെ ഏറ്റുപറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിമോചക ക്രിസ്തു നാം എല്ലാവരെയും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കട്ടെ. ആമേൻ.